എറണാകുളത്തെ ഇടക്കൊച്ചിയുമായും വെല്ലിംഗ്ടൺ ഐലൻഡുമായും കൂട്ടിയിണക്കുന്ന കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർന്നതിൽ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ. അപകടങ്ങൾ പതിവ് കാഴ്ചയായ ഇവിടെ വാഹനങ്ങൾ പാലത്തിലേക്ക് കയറണമെങ്കിൽ നല്ല പെടാപ്പാടുപെടണം. 11 തവണ ടെൻഡർ നൽകിയിട്ടും ഏറ്റെടുക്കാൻ കോൺട്രാക്ടർ വന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഈ പാലത്തിൻ്റെ ഓരോ ടൂ വീലറുകാർ എത്ര ആക്സിഡൻ്റാണ് നടക്കുന്നത്, ഒരാളൊരു ഇത് നോക്കണമല്ല എന്നുള്ളതാണ്. പാലം എന്താണെന്ന് പണിത ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ മുൻകരുതലാണ് ഈ ബോക്സ് കൊണ്ടിരിക്കുന്നത്. എത്ര നാളെ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഓട്ടോറിക്ഷക്കാരുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആരോട് പറയാനാണ്. അവിടെ നിന്ന് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. കാരണം ഒന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ പുറയിലേക്ക് തന്നെ വണ്ടി പോകുന്നതാണ്. കണ്ണങ്ങാട്ട് പാലത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുമ്പോൾ വണ്ടിയുടെ ഷോക്ക് അബ്സർ മാത്രമല്ല, വണ്ടി ഓടിക്കുന്നയാളുടെ നടുവും ഒടിയുന്ന അവസ്ഥയാണ്. 2017 സെപ്റ്റംബറിൽ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ തുറന്ന പാലമാണ്. ഇപ്പോൾ പാലത്തിന്റെ അപ്രോച്ച് റോഡ് പാലത്തിൽ നിന്ന് താഴ്ന്നു നിൽക്കുകയാണ്. പരാതി പറഞ്ഞ് ജനങ്ങൾ മടുത്തു. പാലം പണി തുടങ്ങി ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അപ്രോച്ച് റോഡ് ഇടിയാൻ തുടങ്ങിയത്. ഒരു വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഇത് ഇടിഞ്ഞ് തന്നിട്ട് ഇവന്മാർ ഇപ്പം ചെയ്യും നാളെ ചെയ്യുമെന്ന് പറയാണ്ട് ഒരു പരിപാടി ഇവിടെ നടക്കണില്ല. കായലിന്റെ ഓരത്തോട് ചേർന്ന ചതുപ്പ് നിലത്തിലാണ് അപ്രോച്ച് റോഡ്. ഇവിടെ മുതൽ പാലം തുടങ്ങുകയാണ്. അപ്പുറത്തേക്ക് കോൺക്രീറ്റ്, ഇപ്പുറത്തേക്ക് ടാറ്. ഇപ്പോൾ ടാറിട്ട ഈ റോഡിന്റെ ഈ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് നിൽക്കുകയാണ്. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നതാകട്ടെ ഇതിലൂടെ പോകുന്ന യാത്രക്കാരും. മുൻപ് അപ്രോച്ച് റോഡ് താഴ്ന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം താൽക്കാലികമായി ചില പണികൾ നടത്തി അധികാരികൾ മുങ്ങി. 6-7 വർഷം ഇത് പണിതപ്പോൾ മുതൽ ഓരോരോ വിഷയങ്ങളാണ്. റോഡ് കൃത്യമായിട്ടുള്ള എല്ലാ പണിതേക്കണം. ഇപ്പോൾ അപ്രോച്ച് റോഡ് താന്നിട്ട് നമുക്കിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഈ സമയത്തൊക്കെ പകൽ കണ്ണാൻ പറ്റും. രാത്രി സമയത്തൊക്കെ ഇവിടെ ഒരുപാട് സ്കൂട്ടർ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 11 തവണ പണി നടത്താൻ ടെൻഡർ നൽകിയിട്ടും കരാറുകാർ ആരും വന്നില്ലെന്നാണ് സ്ഥലം MLA കെ ബാബുവിന്റെ വാദം. ജനങ്ങൾക്കുടെ പരാതി തികച്ചും ന്യായമാണ്. അതിനകത്തുള്ളൊരു പ്രശ്നം, ആ വർക്ക് ചെയ്യാൻ വേണ്ടി 11 തവണ PWD ടെൻഡർ ചെയ്തു. ഞാൻ ഇടപെട്ട് ടെൻഡർ ചെയ്യാം, പക്ഷെ ആരും കോട്ട് ചെയ്തില്ല. അതുകൊണ്ട് ആ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 11 തവണ ടെൻഡർ ചെയ്തു. വേറെ ഒരു വർക്കും എന്റെ അനുഭവത്തിൽ ഇത്ര കാലം തുടർച്ചയായി ടെൻഡർ ചെയ്തേണ്ടി വന്നില്ല. 3 ടെൻഡറെങ്കിലും കഴിഞ്ഞാൽ പിന്നെ കൊട്ടേഷൻ ആരെങ്കിലും വാങ്ങി ചെയ്യിക്കാറുണ്ട്. കരാറുകാരുടെ തലയിൽ ചാരി അധികാരികൾ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുമ്പോൾ നടു റോഡിൽ ജനങ്ങളുടെ ദുരിതം തുടരുകയാണ്. പരാതി പറഞ്ഞ് യാത്രക്കാരും പ്രദേശവാസികളും മടുത്തു. പകലിനേക്കാൾ ദുരിതമാണ് രാത്രിയിൽ. അപകടങ്ങൾ പലതായി. അധികാരികൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണണം. ക്യാമറാമാൻ അനൂപ് എസ് നായർക്കും പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.